തമ്പി സേനോട് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറയാണ്. സേനൻ ചെറിയൊരു പേടിയോടുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് തമ്പി തമ്പി എന്നൊക്കെ വിളിക്കും. പെട്ടെന്ന് പിറകിലൂടെ തലയിൽ തുണിയിട്ട് പിടിക്കുകയാണ് സക്കീർ ഭായ്. എന്നിട്ട് അമല് സേനനെ പിടിച്ച് ഇടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സേന ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമല് ശബ്ദം മാറ്റിയിട്ട് പറയും, ഞാൻ സൂര്യനാരായണനാണ്, എൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ, ജാനകിയെ കൊല്ലാൻ ശ്രമിച്ച ആരാന്നൊക്കെ ചോദിക്കും. സേനൻ ഗതി കേട്ടിട്ട് പറയും, അത് തമ്പിയാണ്, ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞ് അമല് സേനനെ പിടിച്ച് കുറച്ചുകൂടെ അടിക്കും. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എറിഞ്ഞിട്ട് അബിയും സക്കീർ ഭായും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. വീട്ടിലെത്തിയിട്ട് അമല് അപർണയോട് പറയും, അച്ഛനോടെ ഓരോന്ന് ചെയ്യാൻ പോകുമ്പോൾ വിശ്വസിക്കാവുന്നവരെ കൂടെ നിർത്തണമെന്ന് പറയണമെന്ന് പറയും. അപർണ പറയും, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, അതും തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് കൊലപാതകം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും. അമല് പറയും, സേനം പറഞ്ഞു നടക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ, അച്ഛൻ മോളോട് അതൊന്നും പറഞ്ഞില്ലേ? അപർണ പറയും, അയാളൊരു പോലീസുകാരനാ, അയാളോടൊക്കെ കളിച്ചാൽ നീ വിവരം അറിയറി. അമല് പറയും, സേനൊന്നും അമലിനൊരു പ്രശ്നമല്ല, അയാളെന്നെ ഞൊട്ടും. ഈ കാര്യം ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ എപ്പോഴേ അറിഞ്ഞു കാണും, നീ നിൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കുന്ന പറയും. അപർണ പറയും, നിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ അച്ഛനെ വിളിക്കുന്നത്, എൻ്റെ അച്ഛൻ അതിൽ പങ്കുണ്ടെങ്കിൽ മാത്രം ഞാൻ പേടിച്ചാൽ പോരെ, നീ എൻ്റെ അച്ഛൻ്റെ പിന്നാലെ നടക്കാതെ ജാനകിയുടെ പഴയ കാമുകനെ തേടി പോകാൻ നോക്ക്. അതിന് പക്ഷേ അമല് മറുപടി ഒന്നും പറയാൻ നിൽക്കില്ല. നകുലം വരുമ്പോൾ ഇന്ദ്രജ ചോദിക്കും, നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന്. നകുലം പറയും, ഞാൻ നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന അവിടെ ആയിരുന്നു എന്ന്. ഇന്ദ്രജ പറയും, ഞാൻ ഫോൺ വിളിച്ച നോക്കേ നിൻ്റെ സ്വിച്ച് ഓഫ് ആയിരുന്നു, നീ ഈ സമയത്ത് ജാനകിയുടെയും അബിയുടെയും ഒന്നും പിന്നാലെ നടക്കലേ എന്ന് പറയും. നമ്മുടെ റിലേറ്റീവ്സ് മൊത്തം നമുക്കിപ്പോൾ എതിരാണെന്ന് പറയും. അവർ രണ്ടുപേരും രാമനും സീതയെ പോലെ, അവരെ നമുക്ക് അങ്ങനെ പിരിക്കാനൊന്നും പറ്റില്ലെന്നൊക്കെ ഇന്ദ്രജ പറയും. നകുലം പറയും, ആ രാമനും സീതയും വരെ പിരിഞ്ഞില്ലേ, അങ്ങനെ ഒരു കാലം വരുമെന്ന് നകുലം പറയും. പിന്നെ ജാനകിയുടെ അപകടത്തെ പറ്റിയും പറയും, അത് ചെയ്തത് സേനനും തമ്പിയും തന്നെ, തമ്പിയുടെ മകളാണ് ജാനകി. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ നകുലം പറയും, ഞാനത് അറിഞ്ഞു, അത് മാത്രം ഏട്ടത്തി അറിഞ്ഞാൽ മതി. നീ ഇതൊക്കെ ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ അറിഞ്ഞു എന്ന് ഇന്ദ്രജ നകുലനോട് ചോദിക്കുമ്പോൾ നകുലം പറയും, അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ, അബി തമ്പിയോട് നടത്തിയ വെല്ലുവിളി എന്താണെന്നറിയോ, നിങ്ങളെ രണ്ടുപേരെയും തീർത്ത് കളയുന്നു, ആദ്യം സേനെ പിന്നെ തമ്പി, അവനത് ചെയ്യുമെന്ന് തമ്പിക്ക് അറിയാം. തമ്പിയുടെ മനസ്സ് മുഴുവൻ അബി പറഞ്ഞ കാര്യങ്ങളാണ്. തമ്പി കുറേ തവണ സേനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ സേന എവിടെ പോയി? രാവിലെ സേൻ്റെ ഡ്രൈവർ തമ്പിയെ വിളിക്കും. തമ്പി ചോദിക്കും, സേന എവിടെയെന്ന് ചോദിക്കും. ഡ്രൈവർ വരും, അപ്പോൾ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ, സാറ് പോയി എന്ന് പറയും. തമ്പി ചോദിക്കും, പോയോ, എങ്ങോട്ട് പോയി? ഡ്രൈവർ വരും, സേന സാർ ആത്മഹത്യ ചെയ്ത നിലയിൽ ഒരു പഴയ ഗോഡൗണിൽ തൂങ്ങി നിൽപ്പുണ്ട്. ഇത് കേട്ട് തമ്പി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അബി ജാനകിയോട് പറയും, അധികം സംസാരിക്കേണ്ടെന്ന് പറയും. അമ്മ പറയും, ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ മോള് കേട്ടിരുന്നാൽ മതി. ജാനകി പറയും, ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ സ്വപ്നത്തിലാണെന്ന് പലപ്പോഴും തോന്നിപ്പോവും. അബി ഈ കേസിൻ്റെ കാര്യം പറയുമ്പോൾ അമ്മ പറയും, ഈ കേസിലൊന്നും എനിക്കൊരു താല്പര്യമില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ദൈവനിശ്ചയമായിരിക്കും, ഞാൻ കാരണം അമലിൻ്റെ ഒന്നും ജീവിതം തകരാൻ പാടില്ല എന്ന് പറയും. ജാനകി പറയും, അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, ഞാൻ ആരാണെന്ന് അറിഞ്ഞു വെച്ചോണ്ടല്ലേ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അബി പറയും, അമ്മയ്ക്കറിയാത്ത ഒന്നുകൂടി ഞാൻ പറയാം, ജാനകി കോടതിയിൽ പോയത് രാധാമണി വരസേരെ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല,